നമസ്കാരം. പ്രധാന വാർത്തകൾ. മങ്കരയിൽ ഭാര്യയെയും മക്കളെയും വീട്ടിലെത്തിയിട്ട് കൊല്ലാൻ ശ്രമിച്ച ശേഷം ഭർത്താവിന്റെ ആത്മഹത്യാശ്രമം. മങ്കര പാറ പുള്ളോട് സ്വദേശി നൂർജഹാനും കുടുംബവും താമസിക്കുന്ന വീടിനാണ് ഭർത്താവ് ഫാറൂഖ് പെട്രോൾ ഒഴിച്ച് തീവെച്ചത്. നൂർജഹാന്റെ പരാതിയിൽ ഫാറൂഖിനെതിരെ മങ്കര പോലീസ് കേസെടുത്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഹോട്ടലുകൾ അടച്ചിടേണ്ടിവരുമെന്ന സൂചനയുമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തരമായി വിപണിയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുസംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യം. ആനയൂട്ടിനൊരുങ്ങി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ 42ാമത് ആനയൂട്ട് ചൊവ്വാഴ്ച നടക്കും. ആനയൂട്ടിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം ആനകൾ ആനയൂട്ടിൽ പങ്കെടുക്കും. ആനയൂട്ടിൽ പങ്കെടുപ്പിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനകൾ പൂർത്തിയാക്കിയ ആനകളെ മാത്രം. പാലക്കാട് നഗരത്തിലെ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേന മോഷണം. തമിഴ്നാട് സ്വദേശിനികൾ അറസ്റ്റിൽ. തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശിനി 57 വയസ്സുള്ള കൃഷ്ണവേണി, വെല്ലൂർ തിരുപ്പത്തൂർ സ്വദേശിനി 51 വയസ്സുള്ള സെൽവി എന്നിവരാണ് പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വാർത്തകൾ വിശദമായി. മങ്കരയിൽ വീടിനെത്തിയിട്ട് ഭാര്യയെയും കുടുംബത്തെയും ഭർത്താവ് കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. മങ്കര പാറ പുള്ളോട് സ്വദേശി നൂർജഹാനും കുടുംബവും താമസിക്കുന്ന വീടിനാണ് ഭർത്താവ് ഫാറൂഖ് പെട്രോൾ ഒഴിച്ച് തീവെച്ചത്. ഭർത്താവ് ഫാറൂഖിനെ കൈഞ്ഞരമ്പ് മുറിച്ച് അബോധാവസ്ഥയിൽ ശുചിമുറിയിൽ കണ്ടെത്തി. നൂർജഹാന്റെ പരാതിയിൽ ഫാറൂഖിനെതിരെ മങ്കര പോലീസ് കേസെടുത്തു. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. 2 വർഷമായി കൊഴുമ്പ് സ്വദേശിയായ ഭർത്താവ് ഫാറൂഖുമായി നൂർജഹാൻ അകൽച്ചയിലായിരുന്നു. തിങ്കളാഴ്ച 1 മണിയോടെ കന്നാസിൽ പെട്രോളുമായി ഫാറൂഖ് പാറ പുള്ളോടുള്ള നൂർജഹാന്റെ വീട്ടിലെത്തി. ഇയാൾ വീട് പുറത്തുനിന്നും പൂട്ടിയ ശേഷം മുൻവശത്തെ സിറ്റൌട്ടിലെ വാതിലിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. എന്നാൽ പെട്രോളിന്റെ മണം കേട്ടാണ് കുടുംബം ഉണർന്നത്. നൂർജഹാന്റെ മകൻ മുകൾ ഭാഗം ഓട് പൊളിച്ച് പുറത്തേക്കെത്തുകയായിരുന്നു. അപ്പോഴേക്കും ചെറിയ വാതിൽ കത്തിക്കരിഞ്ഞിരുന്നു. മറ്റു ഭാഗങ്ങളിലൊന്നും തീ പടർന്നതുമില്ല. ഇതിനിടയിലാണ് പുറത്തെ ശുചിമുറിയിൽ ഫാറൂഖിനെ കൈമുറിച്ച് അവശ നിലയിലായി കണ്ടെത്തിയത്. വീട്ടുകാർ രാത്രി തന്നെ മങ്കര സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. പോലീസ് എത്തി ഫാറൂഖിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഭാര്യയുടെ പരാതിയിൽ ഫാറൂഖിനെതിരെ മങ്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഫാറൂഖിന്റെ പരിക്ക് ഗുരുതരമല്ലെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ ധർണ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയലാൽ ഉദ്ഘാടനം ചെയ്തു. സമാനതകളില്ലാതെ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും ഒരുപോലെ വില വർദ്ധിച്ചു വരികയാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്തേണ്ട സർക്കാർ വിലവർദ്ധനവ് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ദുരിതം വിതയ്ക്കുന്നതാണ് വിലക്കയറ്റം. ജനജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തരമായി വിപണിയിൽ ഇടപെടണം. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുസംവിധാനം ഏർപ്പെടുത്തണമെന്നും MSMEയിലെ ഉൽപാദന മേഖലയ്ക്ക് നൽകുന്ന ആനുകൂല്യം സേവന മേഖലയായ ഹോട്ടലുകൾക്കും ലഭ്യമാക്കണമെന്നും ജയപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് അനിയന്ത്രിതമായ വിലക്കയറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ സാധാരണയായി സീസണബിളായിട്ട് പല സാധനങ്ങൾക്കും വില കൂടുതൽ ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, സവാളയുടെയും മറ്റും വില 200 രൂപയിൽ എത്തിയ കാലഘട്ടമുണ്ട്. പക്ഷെ അന്നൊക്കെ ഒറ്റപ്പെട്ട ചില സാധനങ്ങൾക്കായിരുന്നു വില വർദ്ധിപ്പിച്ചതെങ്കിൽ ഇന്ന് കൊണ്ട് പഴമക്കാർ പറയുന്നത് പോലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, 38 കർപ്പൂരം വരെ എന്ന വാക്കനർത്ഥമാക്കിക്കൊണ്ട് മുഴുവൻ പലചരക്ക് സാധനങ്ങൾക്കും പച്ചക്കറികൾക്കും മത്സ്യമാംസാദികൾക്കും ഒരേപോലെ വില വർദ്ധിച്ചിരിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, ചെറുകിട ഇടത്തരം ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാങ്ങുന്ന മെറ്റീരിയൽസിന് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനനുസരിച്ച് വില വർദ്ധിപ്പിക്കുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം. ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം 2 രൂപ ചായക്ക് വില വർദ്ധിപ്പിച്ചാൽ ഇവിടുത്തെ യുവജന സംഘടനകൾ അതിന്റെ മുമ്പിൽ കൊടിപിടിക്കുമ്പോൾ ഇന്ന് അനിയന്ത്രിതമായ വിലക്കയറ്റം മൂലം സാധാരണക്കാരും ഇവിടുത്തെ ചെറുകിട വ്യാപാരികളും അതുകൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ KHRA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് റസാഖ് NMR അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ഫസലുൽ റസിമാൻ, KHRA സംസ്ഥാന സെക്രട്ടറി ഷിനോജ് റാൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് TP സക്കറിയ,
AKCA ജില്ലാ സെക്രട്ടറി ഫിറോസ് ബാബു, KHRA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുബൈർ, ചിന്മയാനന്ദൻ, നൌഫൽ, ജില്ലാ ട്രഷറർ അപ്പാരു, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ചപ്പൻ, ഭാരവാഹികളായ EN നാസർ, A മുഹമ്മദ് റാഫി, മുഹമ്മദ് കലീം, ശ്രീനിവാസ്, ടോപ്പിൻ ടൗൺ രാജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 42ാമത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നാളെ നടക്കും. ആനയൂട്ടിന്റെ ഭാഗമായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം ആനകൾ ഊട്ടിൽ പങ്കെടുക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. 15 പിടിയാനകളടക്കം 70ഓളം ആനകളാണ് ചരിത്രപ്രസിദ്ധമായ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ പങ്കെടുക്കുക. പുലർച്ചെ 5-ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് 60 പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കുന്നത്. 9:30 ആനയൂട്ട് ആരംഭിക്കും. 9:30 ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടിയാനയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിക്കും. 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങി 8ഓളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയാണ് ആനയൂട്ട്. വെറ്റിനറി ഡോക്ടർമാർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധന കഴിഞ്ഞ ആനകളെ മാത്രമേ ചടങ്ങിൽ പങ്കെടുപ്പിക്കൂ. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. 1 കോടി രൂപയ്ക്ക് ആനയൂട്ട് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ മ്യൂസിക് ബാൻഡ് സംരംഭത്തിന് തുടക്കമായി. 2023-24 സാമ്പത്തിക വർഷത്തിൽ 3.25 ലക്ഷം രൂപയാണ് സംരംഭത്തിനായി വകയിരുത്തിയിരിക്കുന്നത്. പ്രശസ്ത ഗായിക നഞ്ചിയമ്മ സംരംഭം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എന്നെ വിളിച്ചു കയറ്റി നിങ്ങളുടെ ഒരു പരിപാടിയെ പങ്കെടുക്കാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ ഇരുന്ന് നമ്മുടെ സാറുമാർകൾ എന്നെ വിളിച്ചു. ഇന്ന് ഈ സ്ഥലത്തിനെ നിങ്ങളുടെ ഒപ്പം നിന്ന് കാണാനോ 2 വാക്കൊക്കെ പറയാനോ എനിക്കൊരു കഴിവ് കിട്ടിയത് എൻ്റെ മക്കളുടെ ഒരു സന്തോഷം കൊണ്ടാണ്. വനിതാ മ്യൂസിക് ബാൻഡ് തുടങ്ങണമെന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇന്ന് സഫലീകരിക്കപ്പെട്ടത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 3.25 ലക്ഷം രൂപയാണ് സംരംഭത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. വീട്ടമ്മമാരായ 10ഓളം സ്ത്രീകളാണ് വോ ആർമി ബീറ്റ്സ് എന്ന് പേരിട്ടിരിക്കുന്ന മ്യൂസിക് ബാൻഡ് സംഘത്തിലുള്ളത്. ക്ഷണം ലഭിക്കുന്നതിനനുസരിച്ച് സംസ്ഥാനത്തുടനീളം തങ്ങളുടെ സ്വരമാധുരി അറിയിക്കുകയാണ് ബാൻഡിന്റെ ലക്ഷ്യം. ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. പരിപാടിയിൽ വെച്ച് മ്യൂസിക് ബാൻഡിന്റെ ലോഗോ പ്രകാശന ചടങ്ങും നടന്നു. പ്രശസ്ത മലയാള സിനിമാ ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യ അതിഥിയായി. സുമ, രമ്യ, PT കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 34ാം ജില്ലാ സമ്മേളനം നടന്നു. സമ്മേളനം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പോലീസ് സേനയിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാരും നടപടികളുമായി മുന്നോട്ടു പോകുന്നുണ്ടെന്നും പോലീസിന്റെ ജോലിഭാരം കുറയ്ക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണെന്നും അത് ചെയ്യുന്നുണ്ടെന്നും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സംഘടനയിലെ അംഗങ്ങളുടെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ അത് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യത്തിൽ പുലർത്തേണ്ട ജാഗ്രത അതൊക്കെ നിശ്ചയമായും ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാർ എന്ന നിലയിൽ കൂടിയുള്ള ഈ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ താല്പര്യം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിശ്ചയമായും വേണ്ടിവരികയും ചെയ്യും. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് വകുപ്പിലും ജയിൽ വകുപ്പിലും ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പോലീസുകാരെ കൃത്യമായി മനസ്സിലാക്കി അവരെ പരിഗണിച്ചുകൊണ്ടുള്ള
ഒട്ടേറെ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. ഇവിടെ ഇപ്പോ 2 ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. വളരെ ശ്രദ്ധേയമായ ഇടപെടൽ, പോലീസിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ, അവർക്ക് ആത്മവിശ്വാസം നൽകാൻ, അവർക്ക് നല്ല കാര്യപ്രാപ്തിയോടുകൂടി ചുമതലകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിവും കരുത്തും നൽകുന്ന നയപരമായ ഇടപെടൽ നടത്താൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണന് കഴിഞ്ഞു എന്ന് നമുക്ക് വളരെ വളരെ അഭിമാനത്തോടുകൂടി ഈ സന്ദർഭത്തിൽ സ്മരിക്കാവുന്നതാണ്. ജില്ലാ പ്രസിഡന്റ് സി സത്യൻ അധ്യക്ഷനായി. ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് IPS, PC ഹരിദാസ്, CV ഷീബ, R പ്രശാന്ത്, C സുന്ദരൻ, VA കൃഷ്ണദാസ്, KS ഔസേബ്, M സുരേഷ്, V ജയൻ, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് നഗരത്തിലെ ജ്വല്ലറിയിൽ മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശിനികൾ അറസ്റ്റിൽ. പഴനി തിരുപ്പത്തൂർ സ്വദേശിനി സെൽവി, കൃഷ്ണഗിരി സ്വദേശിനി കൃഷ്ണവേണി എന്നിവരാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിലായത്. പിടിയിലായ പ്രതികളെ ഞായറാഴ്ച വൈകിട്ടോടുകൂടി ജ്വല്ലറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മെയ് മാസം 31-ന് തമിഴ്നാട് കോയമ്പത്തൂരിൽ സമാനമായ കുറ്റകൃത്യം നടത്തിയതിന് ജയിലിൽ കഴിഞ്ഞു വരികയായിരുന്നു പ്രതികൾ. ഈ മാസം 5-നാണ് ഇരുവരും ജാമ്യത്തിലിറങ്ങിയത്. കഴിഞ്ഞ ജൂലൈ 8-ന് വൈകിട്ടാണ് പിടിയിലായ സെൽവിയും കൃഷ്ണവേണിയും പാലക്കാട് TB റോഡിലുള്ള ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാൻ എന്ന വ്യാജേന എത്തിയത്. തുടർന്ന് ഇരുവരും ചേർന്ന് 2 പവൻ തൂക്കം വരുന്ന ഒരു ജോഡി സ്വർണ്ണക്കമ്മൽ മോഷ്ടിക്കുകയായിരുന്നു. ജ്വല്ലറി അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങൾ നിരീക്ഷിച്ചുള്ള പരിശോധനയിൽ പ്രതികളെ കണ്ടെത്തുകയായിരുന്നു. പ്രതികൾക്കെതിരെ തമിഴ്നാട്ടിൽ മാത്രം സമാനമായ 12ഓളം കേസുകളുണ്ട്. കൂടുതൽ കുറ്റകൃത്യത്തിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R ആനന്ദിൻ്റെ നിർദ്ദേശപ്രകാരം ടൗൺ നോർത്ത് സബ് ഇൻസ്പെക്ടർ MB രാജേഷിൻ്റെ നേതൃത്വത്തിൽ SI RS രാജേഷ്, ASI സനുജ, സ്പെഷ്യൽ സിവിൽ പോലീസ് ഓഫീസർമാരായ സക്കീന, മണികണ്ഠദാസ്, സുജീഷ്, സിവിൽ പോലീസ് ഓഫീസർ സുജിഷ എന്നിവരടങ്ങുന്ന സംഘമാണ് കോയമ്പത്തൂരിൽ വെച്ച് പ്രതികളെ പിടികൂടിയത്. ഞായറാഴ്ച വൈകുന്നേരം പ്രതികളെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യൂത്ത് കോൺഗ്രസ് പറളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് MP എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു. KPCC സെക്രട്ടറി പ്രൊഫസർ KA തുളസി ഉദ്ഘാടനം ചെയ്തു. SSLC +2 ബിരുദ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് സമ്മാനിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KA ഹക്കീം അധ്യക്ഷനായി. പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനയൻ മാസ്റ്റർ, HC സുഭാഷ്, H അബ്ദുള്ള, ജിസാൻ മുഹമ്മദ്, അഡ്വക്കേറ്റ് ആതിര, നവാസ് മുഹമ്മദ്, MR ഗുരുവായൂരപ്പൻ, മണികണ്ഠൻ, രമേശ് കണ്ണൻ, ലിബിൻ വലിയപറമ്പിൽ, ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനും പാലക്കാട് ഹരിത കേരള മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന പച്ചത്തുരുത്ത് പദ്ധതിക്ക് പാലക്കാട് മെഡിക്കൽ കോളേജിൽ തുടക്കമായി. പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ കയ്യിൽ കിടക്കുന്ന 154ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഈ ഒരു പ്രവർത്തനം കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ ഒരു മിയാവാക്കി വനം പോലെ ചെറുതെങ്കിലുമായ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. പിന്നെ കഴിയാവുന്നത്ര മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്യുക. നവകേരള മിഷന്റെ ഭാഗമായി പറയുമ്പോൾ നമുക്കറിയാം ശുചിത്വ മാലിന്യ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതാണ് നമ്മുടെ നാട്. മെഡിക്കൽ കോളേജ് ഡയറക്ടർ OK മണി അധ്യക്ഷനായി. നവകേരള മിഷൻ കോർഡിനേറ്റർ P സെയ്തലവി, കൗൺസിലർ ധന്യ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിയാസ് ജമാലുദ്ദീൻ ലബ, പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ, സൂപ്രണ്ട് ഡോക്ടർ ശ്രീറാം, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ കരോളിൻ ജോസ്, ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ NK കരീം, K മുരുകൻ, മോഹനചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പ്രസാദ്, നവകേരള മിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നൊരു ക്ഷേമനിധി ബോർഡാണ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിത നിലവാരം, അവരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബോർഡാണ്. തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്
ഓട്ടോ ടാക്സി സംഭവ ഡ്രൈവേഴ്സ് യൂണിയൻ ജയിക്ക് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പാലക്കാട് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് അടച്ചു പോകണം. ബോർഡിൻ്റെ പ്രവർത്തനത്തിൽ ഈ തൊഴിലാളി സംഘടന എന്ന നിലയ്ക്കും തൊഴിലാളികളെ സഹായിക്കുന്ന നിലയ്ക്കും നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചതിന് ലക്ഷ്യം. മുനിസിപ്പൽ പ്രസിഡന്റ് ടി.കെ. അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. ഡിവിഷൻ സെക്രട്ടറി പി.എ. രാമൻകുട്ടി, മുനിസിപ്പൽ സെക്രട്ടറി വി.ടി. സുരേഷ് ബാബു, ക്ഷേമനിധി ബോർഡ് ജീവനക്കാരായ പി.എ. സരിത, കെ. ഷഫീർ, എസ്. സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച പുതിയ കെട്ടിടം ഓഗസ്റ്റ് 2-ന് നാടിന് സമർപ്പിക്കും. നിയമസഭാ സ്പീക്കർ എ.എൻ. ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ കെട്ടിടത്തിൽ 4 ക്ലാസ് മുറികളും ഒരു സ്റ്റാഫ് റൂമും ഒരു ഓഫീസ് റൂമുമാണ് ഒരുക്കിയിരിക്കുന്നത്. ക്ലാസ് റൂമുകൾ അത്യാധുനിക രീതിയിലും സൗകര്യത്തോടെയുമാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നും നിയമസഭാ സമ്മേളനമായതിനാലാണ് മന്ത്രിയെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കിട്ടാതെ പോയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എ. സതീഷ് പറഞ്ഞു. സ്ഥലപരിമിതിയിൽ പ്രയാസപ്പെടുന്ന സ്കൂളിൽ പണി പൂർത്തീകരിച്ച കെട്ടിടം ഉടൻ തുറന്നുകൊടുക്കണമെന്ന് രക്ഷിതാക്കളുടെയും PTA-യുടെയും നിരന്തരം ആവശ്യമായിരുന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർക്കപ്പെടുകയും നമുക്കറിയാം, കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിനകത്ത് 3 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2 കോടി രൂപ ചെലവിട്ടുകൊണ്ട് അതിമനോഹരമായ ഒരു കെട്ടിടം പൂർത്തീകരിച്ചിട്ടുണ്ട്. ആയതിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് മാസം 2-ാം തീയതി ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കർ ശ്രീമാൻ ഷംസീർ അവർ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോങ്ങാട് മുച്ചീരി വനാതിർത്തി പ്രദേശങ്ങളിൽ മാലിന്യ നിക്ഷേപം വ്യാപകം. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി. കോങ്ങാട് കീലശ്ശേരി മങ്കര പഞ്ചായത്ത് അതിർത്തിയായ മുച്ചീരിയിൽ വനാതിർത്തിയോട് ചേർന്ന് മാലിന്യ കൂമ്പാരം കുമിഞ്ഞുകൂടി പരിസരം ദുർഗന്ധപൂരിതമായി. പാതയോരത്തെ മാലിന്യം നീക്കം ചെയ്യാനും റോഡിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാനും ക്യാമറകൾ സ്ഥാപിക്കാനും അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ ക്ലോസറ്റുകളും കക്കൂസ് മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ആസ്പത്രി പിന്നെയും പോയിട്ട് വരേണ്ട ടെസ്റ്റ് ചെയ്യാൻ ഈ കൊതുകുകാരന് എന്താ ചെയ്യുന്നത്? പച്ചക്കറി ഈ വാഴാട്ടിനാണെങ്കിൽ അതിന് കഴിഞ്ഞുള്ളതാണ്. എല്ലാ പഴങ്ങളും ഇവിടെ കൊടുക്കുന്നത് എവിടെയില്ല. അങ്ങനെ കൊണ്ടുവരുന്നത് ഇവിടെ. ഇത് അളിഞ്ഞു പറഞ്ഞ ആർക്കാണ് ഇതിന്റെ? ഞങ്ങൾക്ക് മതിയായി. എനിക്ക് പറഞ്ഞു ഞാനിത് വർഷങ്ങളായി ആളുകൾക്ക് പറയുന്നു. നമ്മുടെ അവിടെ നിയന്ത്രിക്കാനും ചെയ്യാനും പഞ്ചായത്തും അതിന് ഏർപ്പെടുന്നില്ല, ആൾക്കാരും അതിന് ഏർപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ? മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗം DCC അംഗം CN ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TC സന്തോഷ് അധ്യക്ഷനായി. ഷാഹുൽ ഹമീദ്, അസീസ് മുച്ചീരി, ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ിലോ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താനും പിടിക്കാനും മാതൃകാപരമായി ശിക്ഷിക്കാനുമുള്ള ഒരു ഉപാധിയാക്കി അത്തരം സംവിധാനങ്ങളെ മാറ്റണം. ഇവിടെ സോളാർ സ്ഥാപിച്ച് ക്യാമറകൾ സ്ഥാപിക്കാം. ഇതിനെ വൈദ്യുതി ലൈൻ വലിച്ച് വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കാം. ഇങ്ങനെയൊക്കെ ആയാൽ ഇതിന് ഒരു പരിഹാരമുണ്ടാകും. അതിന് ബന്ധപ്പെട്ട അധികാരികൾ, ഇവിടെ പഞ്ചായത്ത് ഭരണസമിതികളുണ്ട്, കേരളശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയുണ്ട്, കോങ്ങാട് ഭരണസമിതിയുണ്ട്, പഞ്ചായത്ത് ഭരണസമിതിയുണ്ട്. ഈ ബന്ധപ്പെട്ട ഭരണസമിതികളൊക്കെ തന്നെ സംയുക്തമായി തീരുമാനമെടുത്ത് ബന്ധപ്പെട്ടവരെ അറിയിച്ച് ഈ പ്രദേശത്ത് വിളക്കുകൾ സ്ഥാപിക്കാനും അതുപോലെ തന്നെ ക്യാമറകൾ സ്ഥാപിച്ചും ഇത്തരം ഹീന പ്രവൃത്തികൾ ചെയ്യുന്ന ദുഷ്ട മനസ്ഥിതിക്കാരെ ഇത്തരം പ്രവൃത്തി വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ KR രഞ്ജിത്ത്, പ്രസാദ് കാരാട്ട്, അബ്ബാസ് തെളിയറ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് കേവലം വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ഏരിയ കമ്മിറ്റി അംഗം V. രഘു അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ,
വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ മുരളീധരൻ, CPI ഏരിയ സെക്രട്ടറി P ശ്രീകുമാർ, CPI ജില്ലാ കൗൺസിൽ അംഗം സോമനാരായണൻ, അരുൺ കാളിത്ത്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, ഗിരിജ മേലേടത്ത്, MH അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 30-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലക്കിടി കിള്ളിക്കുറിശിമംഗലം മാണിമാധവ ചാക്യാർ സ്മാരക ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആഷാഢോത്സവം കൂടിയാട്ട മഹോത്സവത്തിന് ജൂലൈ 16 ചൊവ്വാഴ്ച തുടക്കമാകും. ചൊവ്വാഴ്ച മുതൽ ഓഗസ്റ്റ് 16 വരെ വൈകുന്നേരം 6:30 ഗുരുകുലം നാട്യശാലയിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 16 ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 നങ്ങ്യാരമ്മക്കൂത്ത് കലാകാരി അമ്മിണിക്കുട്ടി നങ്ങ്യാരമ്മ ആഷാഢോത്സവം കൂടിയാട്ട മഹോത്സവം പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൂടിയാട്ടം, നങ്ങ്യാരമ്മക്കൂത്ത്, ചാക്യാർകൂത്ത്, പാടകം എന്നിവയുടെ രംഗാവതരണമാണ് നടക്കുക. 16 മുതൽ ഓഗസ്റ്റ് 3 വരെ നങ്ങ്യാരമ്മക്കൂത്ത്, 4 മുതൽ 13 വരെ കൂടിയാട്ടം, 14-ന് ചാക്യാർകൂത്ത്, 15-ന് മിഴാവിൽ തായമ്പക, 16-ന് പാടകം എന്നിങ്ങനെയാണ് പരിപാടി നടക്കുക. PK ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ, PK ഹരീഷ് നമ്പ്യാർ, ശ്രീജിത്ത് നമ്പ്യാർ, ശരത് നാരായണൻ, സദനം വിനോദ്, രാജീവ് നമ്പ്യാർ, അവിനാശ് തുടങ്ങിയ കലാകാരന്മാർ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഷാഢോത്സവം കൂടിയാട്ട മഹോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് PK ഹരീഷ് നമ്പ്യാർ, സദനം വിനോദ്, ശ്വേതായു നമ്പ്യാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാണിമാധവ ചാക്യാർ സ്മാരക ഗുരുകുലത്തിൻ്റെ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന കൂടിയാട്ട മഹോത്സവത്തെ സംബന്ധിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. മാണിമാധവ ചാക്യാർ സ്മാരക ഗുരുകുലം 1980 ആരംഭിച്ച സ്ഥാപനമാണ്. നിരവധി പരിപാടികളാണ് എല്ലാ വർഷവും നടത്തി വരാറുള്ളത്. പ്രധാനമായിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഷാഢോത്സവം എന്ന് പറയുന്ന കൂടിയാട്ട മഹോത്സവം. ഇത് ഒരു മാസമാണ് ആഷാഢോത്സവം. അതുപോലെ തന്നെ ജനുവരി 14, 15, 16 തുടങ്ങിയ ദിവസങ്ങളിലുള്ള അനുസ്മരണ പരിപാടി, ത്രേതാഗ്നി എന്നുള്ള ഗുരുക്കന്മാരെ അനുസ്മരിച്ചിട്ടുള്ള പരിപാടി. അതുപോലെ എല്ലാ മാസവും പ്രതിമാസ പരിപാടി എന്നുള്ള രീതിയിൽ 14, 15 എന്നീ ദിവസങ്ങളിൽ നടത്തുന്ന പരിപാടികൾ, അതുപോലെ വിദ്യാരംഭത്തിൽ നടത്തുന്ന നമ്മളുടെ വിദ്യാരംഭ പരിപാടികൾ, ഇതൊക്കെയാണ് മാണിമാധവ ചാക്യാർ ഗുരുകുലത്തിൽ നടന്നു വരുന്ന പ്രധാന പരിപാടികൾ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കാഞ്ചേരി അകമലയിൽ മരക്കൊമ്പ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അകമല ഓവർബ്രിഡ്ജിന് സമീപമാണ് പാതയിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണത്. വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സീനിയർ റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാർ, ഫയർ ഓഫീസർമാരായ ശിവപ്രസാദ്, മുരളീധരൻ, സുധീഷ്, അക്ഷയ്, അരവിന്ദ്, അഹമ്മദ് കബീർ, വിനു, വിജയൻ എന്നിവർ നേതൃത്വം നൽകി. കൊച്ചിൻ പാലത്തിന് സമീപം ഷൊർണൂർ റെയിൽവേ ഓവർബ്രിഡ്ജിലെ കുഴിയിൽ ടോറസ് ലോറി കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഞായറാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. കൊച്ചിൻ പാലത്തിനു സമീപം ഷൊർണൂർ റെയിൽവേ ഓവർബ്രിഡ്ജിൽ ഞായറാഴ്ച രാത്രി 8 മണിയോടുകൂടിയായിരുന്നു അപകടം നടന്നത്. ഷൊർണൂർ ഒറ്റപ്പാലം ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാതെ 5 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. പോലീസ് എത്തി ക്രെയിൻ ഉപയോഗിച്ച് ടോറസ് ലോറി മാറ്റിയ ശേഷമാണ് വാഹന ഗതാഗതം പുനർക്രമീകരിച്ചത്. ഇതുവഴി കടന്നുപോയ ആംബുലൻസിന് വഴി കൊടുക്കാനായി ഒതുങ്ങിയപ്പോഴാണ് ടോറസ് ലോറി കുഴിയിൽ വീണത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സ്കൂളിന് മുന്നിൽ തളർന്നു വീണ വൃദ്ധന് വേണ്ട പരിചരണം നൽകി സഹായിച്ച ഷൊർണൂർ ടെക്നിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ടെക്നിക്കൽ സ്കൂളിലെ 8ാം ക്ലാസ്സിലെ 10ഓളം വിദ്യാർത്ഥികളെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നേരിട്ടെത്തി അനുമോദിച്ചത്. യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് യൂണിറ്റ് പ്രസിഡന്റ് KB ജൂബി, ജനറൽ സെക്രട്ടറി സുദേശ്, വൈസ് പ്രസിഡന്റ്മാരായ VR ഷാജു, MB രതീഷ് കുമാർ, എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് ഷഹീർ എന്നിവർ നേരിട്ടെത്തിയാണ് കുട്ടികളെ ആദരിച്ചത്. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രസാദ് തോമസ്, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടാതെ പഠനത്തോടൊപ്പം കായിക രംഗത്തും മികവ് പകരാൻ കുട്ടികൾക്ക് ഫുട്ബോളും യൂണിറ്റ് പ്രതിനിധികൾ സമ്മാനിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിലെ കാരക്കാട് പ്രദേശത്ത് പേവിഷബാധ സംശയിക്കുന്ന നായ കടിച്ച് പരിക്കേറ്റ ആളുകളെ P മമ്മിക്കുട്ടി MLA സന്ദർശിച്ചു. CPM ഷൊർണൂർ LC സെക്രട്ടറി ND ദിൻഷാദ്, DYFI ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി C രാകേഷ്, ഷൊർണൂർ ഈസ്റ്റ് മേഖലാ സെക്രട്ടറി V വിനീത്, C രാധാകൃഷ്ണൻ എന്നിവർ സന്ദർശന വേളയിൽ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു.
പാലക്കാട്ട് നടന്ന പ്രാവ് പറത്തൽ മത്സരത്തിൽ പേഴുങ്കര സ്വദേശിയുടെ പ്രാവ് നിർത്താതെ പറന്നത് 1.5 ദിവസം. ലോക റെക്കോർഡാണിതെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. മുമ്പ് പാകിസ്ഥാൻ പൗരൻ പറത്തിയ പ്രാവ് 27 മണിക്കൂർ നിർത്താതെ പറന്ന സമയമാണ് പാലക്കാടൻ പ്രാവ് മറികടന്നിരിക്കുന്നത്. പേഴുങ്കര വടക്കേപ്പറമ്പ് സ്വദേശി ഇബ്രാഹിമിൻ്റെ പ്രാവാണ് 33 മണിക്കൂർ 28 മിനിറ്റ് നേരം പറന്ന് റെക്കോർഡ് സൃഷ്ടിച്ചത്. ലോക റെക്കോർഡാണിതെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു. വെണ്ണക്കര ശിവൻ പഞ്ചിക്ക മെമ്മോറിയലും പാലക്കാട് ഗോപി മെമ്മോറിയൽ കമ്മിറ്റിയും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ 6:55-നാണ് മത്സരം തുടങ്ങിയത്. ഞായറാഴ്ച വൈകിട്ട് 4:28-നാണ് പ്രാവ് തിരിച്ചിറങ്ങിയത്. നേരത്തെ പാകിസ്ഥാൻ പൗരൻ പറത്തിയ പ്രാവ് 27 മണിക്കൂറും 9 മിനിറ്റും പറന്ന് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ഈ റെക്കോർഡ് മറികടന്നെന്ന് പ്രാവുടമ ഇബ്രാഹിം പറഞ്ഞു. 100-ലധികം പേർ മത്സരത്തിൽ പങ്കെടുത്തു. 40,000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി നൽകിയത്. നേരത്തെ നടന്ന സംസ്ഥാന മത്സരങ്ങളിൽ 3 തവണ ഇബ്രാഹിമിൻ്റെ പ്രാവുകൾ വിജയിച്ചിട്ടുണ്ട്. 21 മണിക്കൂർ 38 മിനിറ്റായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. കണക്കിന് 33 മണിക്കൂറും 28 മിനിറ്റ് റെക്കോർഡാണ്. ഇത് ഇതിന്റെ പ്രത്യേകത ഈ പ്രാവിന് ഇങ്ങനെ പറക്കുന്ന പ്രാവിന്റെ പ്രത്യേകത? ഇത് ദീർഘനേരം പറക്കുന്ന പ്രാവാണ്. ദീർഘനേരം നമ്മുടെ ഇവിടെ തന്നെ കളത്തിൽ തന്നെ കണ്ട് പറക്കുന്ന പ്രാവാണ്. വേറെയും പ്രാവുകളുണ്ട്, മൈലീസ് പ്രാവുകൾ, അത് വേറെ വ്യത്യാസം. ഇത് നമ്മളുടെ കണ്ണിൽ തന്നെ കാണണം. രാത്രിയും പകലും കണ്ടുകൊണ്ടേയിരിക്കണം. ഇതിന് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെതായ നമ്മുടെ ഈ വീടിന് ചുറ്റും തന്നെ പറക്കും. ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ പറന്നുകൊണ്ടേയിരിക്കും. റെസ്റ്റ് എടുക്കാൻ പാടില്ല. എങ്ങനെയാണ് ഈ പ്രാവിന്റെ പ്രത്യേകത? അതിന്റെ ഒരു നേച്ചറുമായ പ്രത്യേകത, ചിറകുകളുടെ പ്രത്യേകത, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത? അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പറയാം. അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പറയേണ്ടി വരും. പ്രാവിന്റെ പറഞ്ഞാൽ നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ ദീർഘനേരം പറക്കുന്ന പ്രാവാണ്. അതിന്റെ പ്രാവിന്റെ നിർത്തവും നടത്തവും അതിന്റെ ചിറകിനൊക്കെ പ്രത്യേകതയുള്ള അതാണ് ഈ ദീർഘനേരം പറക്കുക. മത്സരത്തിന് 1 മാസം മുമ്പ് തന്നെ പ്രാവുകൾക്ക് പരിശീലനം നൽകുമെന്ന് ഇബ്രാഹിം പറഞ്ഞു. വെള്ളാൾ ഇനത്തിൽപ്പെട്ട പ്രാവാണ് മത്സരത്തിൽ വിജയിച്ചത്. വഴിയോര കച്ചവടക്കാരനായ ഇബ്രാഹിമിന് 80-ലധികം പ്രാവുകളുണ്ട്. ചെറുപ്പം മുതൽ പ്രാവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പ്രാവ് വളർത്തൽ തുടങ്ങിയതെന്നും പിന്നീട് മത്സരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയെന്നും ഇബ്രാഹിം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലബാർ സിമന്റ് കമ്പനിയിലെ ചുണ്ണാമ്പുകല്ല് ഖനിയുടെ മാതൃക നിർമ്മിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി പത്തിരിപ്പാല സ്വദേശി. പത്തിരിപ്പാല തൊട്ടിവളപ്പിൽ സുനീർ ആമിനക്കുട്ടി ദമ്പതികളുടെ മകൻ സുഹൈലാണ് തന്റെ കരവിരുത് കൊണ്ട് വിസ്മയം തീർത്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത്. 90 സെന്റിമീറ്റർ നീളം, 80 സെന്റിമീറ്റർ വീതി, 25 സെന്റിമീറ്റർ ഉയരത്തിലുമാണ് മലബാർ സിമന്റിന്റെ ചുണ്ണാമ്പ് ഖനി സ്വന്തം കൈപ്പടയിൽ നിർമ്മിച്ചു നൽകിയത്. തെർമോകോൾ, പ്ലാസ്റ്റിക് പുൽ, ചെറിയ കല്ലുകൾ, കളർ പെയിന്റിംഗ് എന്നിവ ഉപയോഗിച്ച് 1 മാസത്തെ പരിശ്രമം കൊണ്ടാണ് നിർമ്മാണം. മലബാർ സിമന്റിൽ ട്രെയിനിയായി ജോലി ചെയ്തിരുന്ന സുഹൈൽ പ്രവർത്തന കാലയളവിൽ 1 തവണ മാത്രമാണ് ചുണ്ണാമ്പ് ഖനിയും അതിന്റെ പ്രവർത്തനവും നേരിട്ട് കണ്ടത്. ഒറ്റ തവണ കണ്ടെങ്കിലും ഓർമ്മയിൽ മായാതെ സൂക്ഷിച്ച സുഹൈൽ അതേപടി ഒരു മാറ്റവുമില്ലാതെ കോറിയുടെ മാതൃക നിർമ്മിച്ചു നൽകുകയായിരുന്നു. സുഹൈലിന്റെ കഴിവിനെ പ്രശംസിച്ച കമ്പനി അധികാരികൾ രേഖകളും ചിത്രങ്ങളും വീഡിയോയും സഹിതം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അപേക്ഷിക്കുകയായിരുന്നു. നിലവിൽ എറണാകുളത്തെ സ്വകാര്യ കോളേജിൽ ഡിപ്ലോമ വിദ്യാർത്ഥിയായ സുഹൈൽ 1 വർഷത്തോളം വാളയാറിലുള്ള മലബാർ സിമന്റ്സിൽ ട്രെയിനിയായി ജോലി ചെയ്തിരുന്നു. എൻ്റെ പേര് സുഹൈൽ. ഞാൻ മലബാർ സിമന്റ്സിൽ 1 വർഷം ട്രെയിനിങ് പീരീഡിലാണ് ഈ ലൈംസ്റ്റോൺ മൈൻസിൻ്റെ മോഡൽ ചെയ്തു കൊടുത്തത്. ഞാൻ പത്തിരിപ്പാല സ്വദേശിയാണ്. അപ്പോൾ ഉപ്പാൻ്റെ പേര് സുനീർ, ഉമ്മയുടെ പേര് ആമിനക്കുട്ടി. ഞാനിപ്പോൾ ഡിപ്ലോമ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മോഡല് മലബാർ സിമന്റ്സിലെ മിനിയേച്ചർ മോഡൽ ചെയ്തതിനാണ് എനിക്ക് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വിട്ടു. അവരുടേതായിട്ടുള്ള ഒരു പ്രോത്സാഹനത്തിന് നമ്മൾ ചെയ്യും. അതിന് വേണ്ട എന്താ സാധനം വേണ്ട അത് വാങ്ങിച്ചു കൊടുക്കും. നമ്മളെ കൊണ്ട് പറ്റാത്ത അവരെ കൊണ്ട് പറ്റുന്ന അതിനുള്ള ഒരു ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുക. മലബാർ സിമന്റ് അധികാരികളും സുഹൈലിനെ അഭിനന്ദിക്കുകയുണ്ടായി. സുഹൈൽ നിർമ്മിച്ച നിരവധി വസ്തുക്കളുടെ വലിയ ശേഖരം തന്നെ സ്വന്തം വീട്ടിലെ അലമാരയിലുണ്ട്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ സുഹൈലിനെ വാർഡംഗം A ഷിഹാബ് വീട്ടിലെത്തി ഉപഹാരം നൽകി ആദരിച്ചു. ചുണ്ണാമ്പ് ഖനിയുടെ മാതൃക ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത് അവിടുത്തെ എഞ്ചിനീയർമാർക്കും അവിടുത്തെ കമ്പനിക്കും വളരെ പ്രിയപ്പെട്ടവനായിരിക്കുകയാണ്.
ആ മാതൃക പിൻപറ്റിക്കൊണ്ട് അത് ഇന്ത്യ ബുക്ക് ഓഫ് റിക്കാർഡ് അയച്ചു കൊടുക്കുകയും അവർ അതിന് സമ്മാനം കൊറിയറായിട്ട് അയക്കുകയും ചെയ്തിരിക്കുകയാണ്. 9.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ മെയിൻ ടൂർ നടക്കുന്നത്. അതിൻ്റെ മാതൃകയാണ് സുഹൈൽ ഉണ്ടാക്കിയത്. നാടിനും പഞ്ചായത്തിനും അഭിമാനമായ സുഹൈലിനെ പഞ്ചായത്ത് അടുത്ത ദിവസം തന്നെ ആദരിക്കുന്നുണ്ട്. എല്ലാവിധ ഭാവങ്ങളും പഞ്ചായത്തിന് നേർന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SSF പട്ടാമ്പി ഡിവിഷൻ സാഹിത്യോത്സവിന് സമാപനമായി. 788 പോയിന്റുമായി പട്ടാമ്പി സെക്ടർ ചാമ്പ്യന്മാർ. സമാപന യോഗം ഉമർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 486 പോയിന്റ് നേടി വല്ലപ്പുഴ 2ാം സ്ഥാനവും 488 പോയിന്റ് നേടി പരുതൂർ 3ാം സ്ഥാനവും നേടി. ചൂരക്കോട്, കാരക്കാട്, ഷൊർണൂർ എന്നിവർ യഥാക്രമം 4, 5, 6 സ്ഥാനങ്ങൾ നേടി. അഹമ്മദ് സോലി പട്ടാമ്പി കലാപ്രതിഭയായും മുസ്തഫ വല്ലപ്പുഴ സർഗപ്രതിഭയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചടങ്ങിൽ 32ാമത് സാഹിത്യോത്സവം നടക്കുന്ന പരുതൂർ സെക്ടറിന് പതാക കൈമാറി. ചടങ്ങിൽ SSF പട്ടാമ്പി ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് അൻസ്വറുദ്ദീൻ ഗുത്തുബി അധ്യക്ഷത വഹിച്ചു. അബ്ദുറസാഖ് മിസ്ബാഹി പ്രാർത്ഥന നടത്തി. SSF പാലക്കാട് സെക്രട്ടറി മുഹമ്മദ് റാഫി പൈലിപ്പുറം സന്ദേശം നൽകി. കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സാദി ഫലപ്രഖ്യാപനം നടത്തി. ഉസ്മാൻ സഖാഫി, സിദ്ദിഖ് മാസ്റ്റർ കൊടലൂർ, റിയാസ് കരിമ്പുള്ളി, അയൂബ് കരിമ്പുള്ളി, ഹബീബുള്ള സഖാഫി, സൈനുദ്ദീൻ പൂവക്കോട്, ഷംസുദ്ദീൻ സഖാഫി പട്ടാമ്പി, ഖാദർ ഹാജി ശങ്കരമംഗലം, വാസിയു ഗുത്തുബി, ആബിദ് സഖാഫി, ഫസൽ പട്ടാമ്പി തുടങ്ങിയവർ സംബന്ധിച്ചു. SSF പട്ടാമ്പി ജനറൽ സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് പട്ടാമ്പി സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ നിസാം സഖാഫി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ തനിമ സാംസ്കാരിക വേദി ആശാൻ സ്മൃതിയും പുസ്തകോത്സവവും സംഘടിപ്പിച്ചു. കവിയും അധ്യാപകനുമായ ദിനേശ് എഴുവന്തല കുമാരനാശാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നമ്മളറിയുന്ന കുമാരനാശാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് 1907 ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്ന കൃതി ഏതാ? വീണപൂവ്. വീണപൂവ് എഴുതുന്ന 1907. നമ്മൾ 2007 100 വർഷം അതിന്റെ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി വീണപൂവിന്റെ. അപ്പോൾ വീണപൂവ് അദ്ദേഹം ഒരു പുഷ്പം കണ്ട് പിന്നെ രാവിലെ ചെന്ന് നോക്കുമ്പോൾ ചെടിയുടെ താഴെ വീണ് കിടക്കുന്ന പൂവിനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കവിത ജനിക്കുകയാണ്. ചടങ്ങിൽ തനിമ പ്രസിഡന്റ് ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗം CR ദിനേശ് സ്വാഗതം പറഞ്ഞു. ആശാൻ കൃതികളെ മുൻനിർത്തി നടത്തിയ ഉപന്യാസ മത്സരത്തിലും കാവ്യാലാപന മത്സരത്തിലും പങ്കെടുത്തവർക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം, എഴുത്തുകാരായ ശിവൻ സുധാലയം, പ്രകാശൻ ചുനങ്ങാട്, തനിമ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ V സുധീർകുമാർ, മോഹൻദാസ്, CV മധുസൂദനൻ, അബ്ദുൾ അസീസ്, റംല ഇക്ബാൽ, അനിൽകുമാർ, K സുരേഷ്, KG സുനീഷ് എന്നിവർ പ്രസംഗിച്ചു. NBS പാലക്കാട് ശാഖയുമായി സഹകരിച്ചാണ് ആശാൻ സ്മൃതിയോടനുബന്ധിച്ച് പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മങ്കരയിൽ ഭാര്യയെയും മക്കളെയും വീട്ടിലെത്തിയിട്ട് കൊല്ലാൻ ശ്രമിച്ച ശേഷം ഭർത്താവിന്റെ ആത്മഹത്യാശ്രമം. മങ്കര പാറ പുള്ളോട് സ്വദേശി നൂർജഹാനും കുടുംബവും താമസിക്കുന്ന വീടിനാണ് ഭർത്താവ് ഫാറൂഖ് പെട്രോൾ ഒഴിച്ച് തീവെച്ചത്. നൂർജഹാന്റെ പരാതിയിൽ ഫാറൂഖിനെതിരെ മങ്കര പോലീസ് കേസെടുത്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുമെന്ന സൂചനയുമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തരമായി വിപണിയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുസംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യം. ആനയൂട്ടിനൊരുങ്ങി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ 42ാമത് ആനയൂട്ട് ചൊവ്വാഴ്ച നടക്കും. ആനയൂട്ടിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം ആനകൾ ആനയൂട്ടിൽ പങ്കെടുക്കും. ആനയൂട്ടിൽ പങ്കെടുപ്പിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനകൾ പൂർത്തിയാക്കിയ ആനകളെ മാത്രം. പാലക്കാട് നഗരത്തിലെ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേന മോഷണം. തമിഴ്നാട് സ്വദേശിനികൾ അറസ്റ്റിൽ. തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശിനി 57 വയസ്സുള്ള കൃഷ്ണവേണി, വെല്ലൂർ തിരുപ്പത്തൂർ സ്വദേശിനി 51 വയസ്സുള്ള സെൽവി എന്നിവരാണ് പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.